ഹലോ ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഇന്നത്തെ ചെമ്പനീർപ്പൂവിൻ്റെ കഥ കേൾക്കണ്ടേ? ഇന്നലെ എനിക്ക് പറയാൻ പറ്റിയില്ല, സോറി. കാരണം എനിക്ക് ഇന്നലെ തിരക്കായിരുന്നു, ഞാൻ വീട്ടിലുണ്ടായിരുന്നില്ല. ഉച്ച കഴിഞ്ഞിട്ടാണ് വന്നത്. അപ്പം പിന്നെ പറഞ്ഞിട്ടിട്ട് കാര്യമില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ചെമ്പനീർപ്പൂവിൻ്റെ കഥ പറയാം. ഇന്നത്തെ ചെമ്പനീർപ്പൂവിൽ സച്ചിക്കും രേവതിക്കും കൂടിയിട്ട് ശ്രുതിയുടെ മുറി ഒരാഴ്ചത്തേക്ക് ഒഴിഞ്ഞു കൊടുക്കാനുള്ള തീരുമാനം ഉണ്ടല്ലോ. റൊട്ടേഷനായിട്ട് ഓരോരുത്തരോട് മാറി മാറി ഹാളിൽ കിടക്കാനാണല്ലോ പറഞ്ഞേക്കണം. അങ്ങനെ സച്ചി രേവതിയും കൂടിയിട്ട് ശ്രുതിയുടെ റൂമിൽ പോകണു. അപ്പോൾ ശ്രുതിയും കൂടിയിട്ട് കിടക്കാൻ വേണ്ടിയിട്ട് താഴത്തേക്ക് പോകണു. താഴത്തേക്ക് പോയിട്ട് ശ്രുതിക്ക് സഹിക്കണില്ല. അപ്പോൾ ശ്രുതി പറയണു വീണ്ടും വന്നിട്ട് സച്ചിയോട് എൻ്റെ ബെഡ്ഷീറ്റൊന്നും ചുളിക്കരുത് എന്നൊക്കെ പറയണു. അത് കഴിഞ്ഞിട്ട് അവർ വീണ്ടും താഴത്തേക്ക് വന്നിട്ട് ശ്രുതി വീണ്ടും മുകളിലേക്ക് കയറിപ്പോയിട്ട് വാതിലുമ്പോൾ തട്ടണം. അപ്പോൾ സച്ചി എന്താടാ ചോദിക്കുമ്പോൾ പറയണു എൻ്റെ ചാർജർ വടിയുണ്ട്, ചാർജർ എടുക്കണം എന്ന് പറയുന്നു. അപ്പോൾ ചാർജർ എടുക്കണം, എന്നിട്ട് തിരിച്ചു പോകണം. എന്നിട്ട് വീണ്ടും താഴത്ത് വന്നിട്ട് ശ്രുതിക്ക് ഇരിപ്പുറക്കില്ല. ശ്രുതി വീണ്ടും ചെന്നിട്ട് പറയുന്നു വാതിലുമ്പോൾ മുട്ടണം. അപ്പോൾ സച്ചി എന്താടാ ചോദിക്കുമ്പോൾ പറയുന്നത് എൻ്റെ ബെഡ്ഷീറ്റും തലോണയും എനിക്ക് എടുക്കണം പറഞ്ഞിട്ട് ബെഡ്ഷീറ്റും തലോണയും എടുത്തിട്ട് പോകണം. അത് കഴിഞ്ഞിട്ട് ശ്രുതി വീണ്ടും താഴത്തേക്ക് വന്നിട്ട് ശ്രുതി പറയും അങ്ങനെ ഇപ്പോൾ അവർ സുഖമായിട്ട് AC ഇട്ട് കിടക്കണ്ട പറഞ്ഞിട്ട് വീണ്ടും ചെന്നിട്ട് വാതിലുമ്പോൾ തട്ടുമ്പോൾ എന്താടാ ചോദിക്കുമ്പോൾ അപ്പോൾ എന്താ ചോദിക്കേണ്ടതെന്ന് വിചാരിച്ചിട്ട് ഇരിക്കുന്ന സമയത്ത് എന്താടാന്ന് ചോദിക്കുന്ന സമയത്ത് സച്ചി ഒരു മിനിറ്റ് പറഞ്ഞിട്ട് സച്ചി വാല് തുറന്നിട്ട് ഒരു ബെഡ്ഷീറ്റിൽ അവൻ്റെ ടീഷർട്ടുകളും മേക്കപ്പ് സാധനങ്ങളും എല്ലാം പെറുക്കിയിട്ട് കിഴിയാക്കണം. അപ്പോൾ ഇതൊക്കെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി ഇത് അന്വേഷിച്ച് വരുമെന്ന് എനിക്കറിയാം പറഞ്ഞിട്ട് അത് കിഴി കെട്ടിയിട്ട് ശ്രുതിയുടെ കയ്യിൽ കൊടുക്കണം. എന്നിട്ട് പറയും ഇനി മേലെ നീ ഈ വാതിലുമ്പോൾ ഒന്ന് തട്ടിയിട്ട് നിൻ്റെ വിരൽ ഞാൻ ഒടിക്കും പറഞ്ഞിട്ട് സച്ചി വാതിലടയ്ക്കണം. അങ്ങനെ ശ്രുതി താഴത്തേക്ക് വരുന്നപ്പോൾ ശ്രുതി ചോദിക്കും ശ്രുതി അടി കിട്ടിയോ? ശ്രുതിക്കേ ഇല്ല, എനിക്ക് സഹിക്കണില്ല ശ്രുതി, എങ്ങനെ AC ഇല്ലാണ്ട് നമ്മളിവിടെ കിടക്കുന്ന പോലെ പറയുകയാണ്. അപ്പോൾ ഒരാഴ്ചത്തെ കാര്യമല്ലേ ശ്രുതി, സാരമില്ല, അത് നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ ചന്ദ്രമതി വന്നിട്ട് ചോദിക്കും എന്താടാ നീ കിടക്കാറായില്ല ചോദിക്കുമ്പോൾ കിടക്ക്, ഒരാഴ്ചയല്ലേ കിടക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്രമതി പോവാണ്. അത് കഴിഞ്ഞ് ഈ സമയത്ത് സച്ചി രേവതി റൂമിൽ ബെഡൊക്കെ വിരിച്ചു സച്ചി കിടക്കാൻ പറയുമ്പോൾ രേവതി താഴത്ത് പായയിൽ ബെഡ്ഷീറ്റ് വിരിക്കണം. അപ്പോൾ രേവതി നീ എന്തിനാ താഴത്ത് കിടക്കണം ചോദിക്കണം സച്ചി. അപ്പോൾ എനിക്ക് ഇവിടെ തറയിൽ കിടക്കേണ്ടത് ഇഷ്ടമെന്ന് പറയണം. പിന്നെ ഒരാഴ്ച നമുക്ക് ബെഡിൽ കിടന്നോണ്ട് രേവതി വായോ ഇവിടെ കിടക്ക്, നീ എൻ്റെ അടുത്ത് കിടക്ക്, ഇവിടെ ഇങ്ങോട്ട് കയറി വാ കിടക്ക് എന്ന് പറയാണ് സച്ചി. അപ്പോൾ രേവതി പറയാം അത് നമുക്ക് ശാശ്വതമല്ല സച്ചിയേട്ടാ, എനിക്ക് ഈ പായയും ബെഡ്ഷീറ്റുമാണ് ശാശ്വതം, എനിക്ക് ആ ബെഡ് ശാശ്വതമല്ലാന്ന് എനിക്കറിയാം, അതുകൊണ്ട് വേണ്ടാന്ന് പറയാണ്. അങ്ങനെ പറയില്ല രേവതി, നീ ഇവിടെ കിടന്നില്ലേ പിന്നെ ഞാൻ എന്താ ചെയ്യാന്ന് ചോദിക്കണം. സച്ചിയേട്ടൻ ബെഡിൽ കിടന്നോ, ഞാൻ ഇവിടെ കിടന്നോളാം പറഞ്ഞിട്ട് രേവതി തറയിൽ പായ വിരിച്ച് കിടക്കുമ്പോൾ സച്ചി പറയാം നീ എൻ്റെ അടുത്തില്ലാണ്ട് ഞാനെങ്ങനെ ഉറങ്ങാം, നീ ഇപ്പോൾ തറയിലാണ് കിടക്കണമെങ്കിൽ ഞാനും തറയിൽ കിടക്കാൻ വേണ്ടി സച്ചി വന്ന് രേവതിയുടെ കൂടെ തറയിൽ പായയിൽ കിടക്കുകയാണ്. പായയിൽ കിടന്നിട്ട് പറയാണ് നിനക്ക് പൂക്കളുടെ മണമാണ് രേവതി എന്ന് പറയണം. അപ്പോൾ അന്നൊരു കഞ്ഞി ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് പൂമാല എടുത്ത് ചുറ്റിത്തരാം, അപ്പം മണം കിട്ടുമല്ലോ എന്ന് പറയാണ്. അങ്ങനെ സച്ചി രേവതിയുടെ കൈ പിടിച്ചിട്ട് ഭയങ്കര പ്രേമത്തോട് ഇട്ട് രേവതിയുടെ കയ്യിൽ ചുംബിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് അവർ കിടന്നപ്പോൾ ഒരു പാട്ട് സീനൊക്കെ ബാക്ക്ഗ്രൗണ്ട് വരുന്നുണ്ട്, റൊമാൻസാണ് അവരുടെ. അതങ്ങനെ അപ്പം അങ്ങനെ ശ്രുതിയാണെങ്കിലോ ഇപ്പുറത്ത് ഹാളിൽ കിടന്നിട്ട് കൊതു കടിച്ചിട്ട് വയ്യ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കിടന്ന് സഞ്ചാരം അടിക്കുന്നുണ്ട്. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് ശ്രുതി ഇത് ഒരാഴ്ചത്തെ കൊണ്ട് നമുക്ക് ഈ റൊട്ടേഷൻ പരിപാടി അവസാനിപ്പിക്കാം. അപ്പോൾ അതെന്താ ചോദിക്കുമ്പോൾ പറയും ഈ ആഴ്ച നമ്മൾ കിടന്നു കഴിഞ്ഞാൽ അടുത്ത ആഴ്ച വർഷ ശ്രീകാന്തല്ലേ ഇവിടെ കിടക്കേണ്ടത്, എന്തായാലും വർഷ ഹാളിൽ ഒരാഴ്ച കിടക്കില്ല 100% ഉറപ്പാണ്. അപ്പോൾ വർഷം എന്തായാലും പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ പ്രശ്നം എങ്ങനെ ഓടി വീർപ്പിക്കണം എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ശ്രുതി ഒരു പേടിയും പേടിക്കേണ്ട, സുഖമായിട്ട് കിടന്നുറങ്ങിക്കോ, ഒരാഴ്ച നമ്മൾ സഹിക്കേണ്ട ആവശ്യമുള്ളൂ പറയാണ്. എന്നാലും ശ്രുതി എങ്ങനെ കിടക്കാൻ വരുമ്പോൾ ശ്രുതി കിടന്നുറങ്ങുക ഒരാഴ്ച കൊണ്ട് ഞാൻ ഈ റൊട്ടേഷൻ പരിപാടി അവസാനിപ്പിച്ച് തരാൻ പറഞ്ഞിട്ട് ശ്രുതി കിടക്കുകയാണ്. അത് കഴിഞ്ഞ് ശ്രുതി തിരിഞ്ഞ് കിടക്കണോ മറിഞ്ഞ് കിടക്കണോ അങ്ങോട്ട് ശരിയണോ അങ്ങനെ ശ്രുതിക്ക് ഉറക്കം വരാതെ ശ്രുതി അങ്ങോട്ടും ഇങ്ങോട്ടും മറിഞ്ഞ് തിരിഞ്ഞ് കിടക്കണം. അങ്ങനെ കിടന്നിട്ട് അവൻ പറയണു ഒരു 100 AC യുടെ കട മുതലാളിയായി എനിക്ക് വീട്ടിലൊരു ഫാൻ പോലും ഇല്ല, ഈ സ്റ്റെയർ കേസിൻ്റെ അടിയിലും കൂടി ഒരു ഫാൻ വെക്കേണ്ടതായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ കൊതു കടിക്കുകയാണ്, ചൂടെടുത്തിട്ട് വയ്യല്ലോ, സംഭ്രമം എടുത്തിട്ട് വയ്യല്ലോ പറഞ്ഞിട്ട് ശ്രുതി അങ്ങോട്ട് തിരിഞ്ഞ് കിടക്കണം, കാല് വെച്ച് കിടക്കണം, ഇങ്ങോട്ട് തലോണ വെച്ച് കിടക്കണം, ഇനി കുറച്ച് അങ്ങോട്ട് തിരിഞ്ഞ് കിടക്കുക, വായുസഞ്ചാരം കിടക്കണം, ഇങ്ങോട്ട് തിരിഞ്ഞ് കിടക്കണം. അപ്പോഴൊന്നും ശ്രുതിക്ക് ഒരു ഇതും കിട്ടണില്ല, ഇരിക്കപ്പുറത്തേയും കിട്ടണില്ല. അത് കഴിഞ്ഞിട്ട് ശ്രുതി എഴുന്നേറ്റിട്ട് സമയം എത്രയായി നോക്കുമ്പോൾ അയ്യോ 6:30 ദൈവമേ നേരം വെളുത്തല്ലോ, ഞാൻ ഇന്നലെ ഒരു പോള കണ്ണടച്ചിട്ടില്ല, ഞാൻ എത്ര ബുദ്ധിമുട്ടിയിട്ട് ഇന്നലത്തെ ഒരു ദിവസം കഴിച്ചു കൂട്ടിയേക്കണേ. അങ്ങനെ ശ്രുതിയുടെ പരാക്രമങ്ങളും ഒക്കെ കാണിച്ചിട്ടാണ് ഇന്നത്തെ ചെമ്പനീർപ്പൂവ് അവസാനിക്കുന്നത്. അപ്പോൾ എൻ്റെ കഥ കേട്ട് ഇഷ്ടമായ കൂട്ടുകാർ എൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണേ. ഞാൻ കഥയൊക്കെ വളരെ ചുരുക്കിയിട്ടേ പറഞ്ഞിട്ടുള്ളൂ, വേറെ കാര്യമായിട്ട് ഇന്നത്തെ ചെമ്പനീർപ്പൂവിലൊന്നും സംഭവിച്ചിട്ടില്ല. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനലൊന്ന് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. താങ്ക് യു.